സംസ്ഥാന തൊഴിൽ വകുപ്പ് തൊഴിലാളികൾക്കായി സമ്മാനം സമർപ്പിക്കുന്നു രക്ഷാകവചം. രക്ഷാകവചത്തിന്റെ ആദ്യ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ നിന്നും ഹോട്ടൽ ഫോർട്ട് മാനറിലെ സ്റ്റാഫ് അർച്ചന ജയകുമാർ ഏറ്റുവാങ്ങും. ഇന്ത്യ രാജ്യത്താണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് തൊഴിലാളികൾക്ക് ഏതെല്ലാം നിലയിൽ ദ്രോഹകരമായ നടപടി സ്വീകരിക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള നടപടികളുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പോകുന്ന അവസരത്തിലാണ് കേരളം ഒരു വിപ്ലവകരമായ മാറ്റം സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ എല്ലാം അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി 29 നിയമങ്ങൾ ഉണ്ടായിരുന്നു. ആ 29 നിയമങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ പഴക്കം ചെന്ന നിയമങ്ങൾ മുതൽ ഉണ്ടായിരുന്നു. തൊഴിൽ സംരക്ഷണം, ഒരു തൊഴിലാളിയെ പിരിച്ചുവിട്ടാൽ അതിനുള്ള നഷ്ടപരിഹാരം, ബോണസ് കിട്ടേണ്ടത്, സ്ത്രീ തൊഴിലാളികളുടെ അവകാശങ്ങൾ, ഗ്രാറ്റുവിറ്റി, ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം, ഒരു മാനേജ്മെൻറ്റ് തൊഴിലാളിയെ പിരിച്ചുവിട്ടാൽ അതിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവകാശം, അങ്ങനെയെല്ലാം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട 29 നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ടായി. ആ 29 നിയമങ്ങളും കേന്ദ്ര ഗവൺമെൻറ് ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ തിരിച്ചുവിടുകയും അതിനുശേഷം പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്ത് ചർച്ച ചെയ്യുകയും ചെയ്യും. 4 കോഡുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി തയ്യാറാണ്. കേരളം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കുറച്ചുകൂടെ നിലപാട് സ്വീകരിച്ചു. കുറച്ച നിലപാടെന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് വിരുദ്ധമായിട്ടുള്ള ഈ നിയമങ്ങൾ കേരളം നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള നിലപാട് കേരളം സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു കോൺക്ലേവ്, ഒരു സമ്മേളനം നടത്തി. സുപ്രീം കോടതിയിലെ റിട്ടയർഡായ ജഡ്ജിമാർ മുതൽ ലേബർ രംഗത്തെ, തൊഴിലാളി രംഗത്തെ വളരെ പ്രമുഖർ ഒക്കെ തന്നെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവർ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ള 4 കോഡുകളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ ഞാൻ ലേബർ കമ്മീഷനോട് ചോദിച്ചു, ഏതെല്ലാം സ്ഥാപനങ്ങളിൽ നിന്നാണ് തൊഴിലാളികൾ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. കുറച്ച് സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞു. മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഈ കേരളമാണ് തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കില്ല ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കേരളമാണ്. ഇപ്പോൾ കടകളിൽ ജോലി ചെയ്യുന്ന, വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ തന്നെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ വലിയ ടെക്സ്റ്റൈൽസ് ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് പറയും. ടെക്സ്റ്റൈൽസിന് വന്നിട്ടുള്ള അതിലുണ്ടോ? കസേരയിലുണ്ടോ? അവിടെ ഉണ്ടോ? ഉണ്ടോ ഇല്ലയോ? അതെങ്ങനെ വന്ന കസേര വന്നു? നിങ്ങൾ കണ്ടിട്ടതാണോ? അതെ, പറഞ്ഞത് ശരി. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെൻറ്റ് നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് കാലുകിടച്ച് ഇരിക്കാൻ നിവൃത്തിയില്ലാതെ ചില ഘട്ടങ്ങളിൽ തറയിലിരുന്നാൽ എന്തെന്ന് പോലും ആലോചിക്കുന്ന ഘട്ടം ഉണ്ടായിരുന്ന അവസരത്തിൽ ഗവൺമെൻറ് അത് മനസ്സിലാക്കി എല്ലാ സ്ഥലത്തും അങ്ങനെയുള്ളവർക്ക് ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഇരിപ്പിടം, കസേര അല്ലെങ്കിൽ സ്റ്റൂളോ കൊടുക്കണമെന്ന് തീരുമാനിച്ചതല്ലോ. അവിടെയാണ് കേരളത്തിൻ്റെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നടത്തുന്ന ഇടപെടലിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ടെക്നോ പാർക്കിലൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നവർ അവരുണ്ടാവുണ്ടോ എന്ന് എനിക്കറിയേണ്ടതില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർക്ക് യൂണിയനൊന്നും വേണ്ട. കാരണം എന്താ വെച്ചാൽ സാമാന്യം മെച്ചപ്പെട്ട ശമ്പളം കിട്ടും, തൽക്കാലം യാത്ര ചെയ്യുന്നതിന് വേണ്ടി കാറുണ്ട്. പക്ഷേ ഒരാൾ ചെയ്യേണ്ട ജോലി 2 ആൾ ചെയ്യേണ്ടത് അല്ല, 2 ആൾ ചെയ്യേണ്ട ജോലി 1 ആൾ ചെയ്യണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ തട്ടല് വേദന എടുക്കുകയാണ്, 2 മുട്ടും വേദന എടുക്കുകയാണ്, 2 മുട്ടും മാറ്റി വയ്ക്കുകയും ചെയ്യണം, തട്ടല് മാറ്റി വയ്ക്കണം. ചോദിക്കാൻ പറയാൻ ആരുമില്ല, ഒരു സാമ്പത്തിക സഹായമില്ല. ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടോ? യൂണിയനില്ല. മുതലാളി ആരെന്ന് ചോദിച്ചാൽ മുതലാളിയെ കണ്ടുകൂടാ.
കാരണം മുതലാളി വരെ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഉള്ള മുതലാളി ആയിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് ചോദിക്കാൻ പറ്റില്ല അല്ലേ? അതൊക്കെയാണ് അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ നടക്കുന്നത്. കേരളം അതിന് വ്യത്യസ്തമാണ്. കേരളത്തിൽ തൊഴിലാളി സംഘടനകൾ വളരെ ശക്തമാണ്. ചിലവർക്കെല്ലാം തൊഴിലാളി സംഘടന എന്ന് കേട്ടാൽ പുച്ഛമാണ്. നീല ഉടുപ്പിട്ടുള്ള റോഡിരിക്കുന്ന തൊഴിലാളികൾ, അല്ലെങ്കിൽ അവർ മുദ്രാവാക്യം പിടിച്ചിട്ട് പോകുന്നു. അവരെല്ലാം അവരുടെ ഷർട്ടൊക്കെ വേർതിരിക്കുന്ന ഷർട്ട് കണ്ട ഒരു ഭംഗിയില്ല. അപ്പം അവരെല്ലാം തൊഴിലാളികൾ അവരെല്ലാം ഉച്ചമാണ്. പക്ഷേ ആ പാവപ്പെട്ട തൊഴിലാളികൾ നടത്തുന്ന ധീരമായ സമരത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിലെ എല്ലാ തൊഴിലാളികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നുള്ള കാര്യം നാം വിസ്മരിക്കുന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ കേരളം വിട്ട് യു പിയിലും ബീഹാറിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ ജോലിക്ക് പോകുന്ന നമ്മുടെ എല്ലാം ബന്ധുക്കളുണ്ടല്ലോ, അവരോട് ചോദിച്ചു നോക്കണം. അവിടെയെല്ലാം പിന്നെ ജാതി തിരിച്ചിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഉള്ളത്. ഇപ്പം ഗുജറാത്തിൽ ജോലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉന്നത ജാതിയിൽപ്പെട്ട പിറന്നവരൊക്കെ ഒരു സ്ഥാനമുണ്ട്, ഒരു പരിഗണനയുണ്ട്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ പിന്നെ അവൻ തറയിൽ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ നാട്ടിൽ നടക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ കേരളത്തിൽ നിങ്ങളുടെ അവകാശങ്ങൾ, തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ലേബർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ചില മുതലാളിമാർ ഇവിടെ വേദിയിലൊക്കെ ഉണ്ട് കേട്ടോ. മുതലാളിമാരെന്ന് വെച്ചാൽ തൊഴിലാളി എന്ന് വേണമെങ്കിൽ പറയാം. തൊഴിലാളി മുതലാളി അല്ല. നമുക്ക് ലേബർ കമ്മീഷൻ ഉണ്ട്, ഒരു IAS ഓഫീസറുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ സാധാരണ ലേബർ കമ്മീഷൻ എന്നെല്ലാം പറഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള IAS ഓഫീസർമാരാണ് ലേബർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു IAS ഓഫീസർ ലേബർ കമ്മീഷനാണ്. സീനിയർ ആയിട്ടുള്ള ഒരു IAS ഓഫീസർ ലേബർ സെക്രട്ടറിയാണ്. പിന്നെ ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർമാരൊക്കെ എത്രയോ ഉദ്യോഗസ്ഥന്മാർ. അവരെല്ലാം കേരളത്തിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നോക്കുന്നതിന് വേണ്ടി, ഇടപെടുന്നതിന് വേണ്ടി ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ളതാണ്. ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർമാരുണ്ട്. അവർക്കൊക്കെ ഏത് സ്ഥാപനം പരിശോധിക്കുവാനും അവിടെ തൊഴിലാളി വിരുദ്ധമായ നിലപാടുണ്ടെങ്കിൽ അതിൽ ഇടപെടുവാനും, അവർക്ക് സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള മിനിമം വേതനം അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തില്ലെങ്കിൽ അതിലിടപെടുവാനും, ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമെങ്കിൽ അതിലിടപെടുവാനും, ഫൈനടിക്കുവാനും, ശിക്ഷ തീരുമാനിക്കാനും ഒക്കെ തന്നെ അധികാരം നിയമപരമായി ഉള്ളവരാണ് ഈ ലേബർ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത്. അതൊന്നും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നുമില്ല. അതാണ് കേരളവും മറ്റ് സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് അത് മനസ്സിലാക്കി അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ തൊഴിലാളി സംഘടനകളുടെ ശക്തി വർദ്ധിച്ചു വരുന്നത്. ഒരുപാട് തൊഴിലാളി സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മുടെ ലേബർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ തൊഴിലാളികളെല്ലാം വന്നിട്ടുള്ളത്, പല സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്. വന്നവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവുമില്ല. നിങ്ങളുടെയൊക്കെ തന്നെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ തൊഴിലിൻ്റെ മന്ത്രി എന്നുള്ളതിൽ പറയുകയാണ്. എത്ര പേരാണ് അവർ പിന്നെ ഈ യൂണിയനൊന്നും ഇല്ലാത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിച്ച ശേഷം അപേക്ഷയുമായി വരുന്നത്. ഒരു ന്യായമില്ലാതെ തിരിച്ചുവിടുകയാണ്. അപ്പം നിങ്ങൾ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിയനൊന്നുമില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. എങ്കിൽ നിങ്ങൾ യൂണിയന് പരാതി കൊടുത്തിട്ട് എന്തൊക്കെ ചെയ്യാറില്ല? അപ്പോൾ അങ്ങനെ യൂണിയനിൽ ചേർന്നായിരുന്നല്ലേ? അപ്പോൾ ചെല്ലുമ്പോൾ ആദ്യം തന്നെ മാനേജ്മെന്റ് പറയും യൂണിയനിലൊന്നും ചേരുന്നു. യൂണിയനിൽ ചേരുന്നത് മാനേജ്മെന്റിന് എതിരായിട്ട് സമരം ചെയ്യാൻ വേണ്ടിയല്ല. അങ്ങനെ ഒരു ധാരണയുണ്ട്. ഇന്നിപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിലെ തന്നെ മുതലാളിമാർ വലിയ പ്രോത്സാഹനം പറയുന്നത് ഒരു സ്ഥാപനം തുറന്നതിന് വേണ്ടി ഏറ്റവും പറ്റിയ അന്തരീക്ഷമുള്ള ഇന്ത്യയിലെ പിന്നെ പല സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്തിയ സ്ഥാനത്താണ് കേരളമെന്ന് അവരെല്ലാം പറയുകയാണ്. യൂണിയൻ ഉണ്ടാക്കുന്നത് മുതലാളിമാർക്കെതിരെ സമരം ചെയ്യാൻ വേണ്ടിയല്ല. അങ്ങനെ ഒരു ആവശ്യം വന്നാൽ അങ്ങനെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ യൂണിയൻ ഉണ്ടാക്കുന്നത് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് പ്രശ്നം ഉണ്ടാവുമോ ഇല്ലെന്നുള്ള പ്രശ്നമല്ല. പ്രശ്നം ഉണ്ടാകുമ്പോൾ സംരക്ഷിക്കപ്പെടേണ്ടി സംബന്ധിച്ചിടത്തോളം. അപ്പം അതുകൊണ്ട് ഈ രക്ഷാകവചം, പേര് തന്നെ രക്ഷാകവചം എന്നാണ്. നമ്മുടെ എല്ലാവരുടെയും കവചമാണ് ഈ രക്ഷാകവചം പദ്ധതി എന്ന് പറയുന്നത്. കേരളത്തിലെ വിപ്ലവകരമായിട്ടുള്ള ഒരു തൊഴിലാളി ക്ഷേമ പദ്ധതിയുടെ തുടക്കത്തിലാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ജീവിതത്തിന് സുരക്ഷയും ഉറപ്പും നൽകുന്ന രക്ഷാകവച പദ്ധതി അഭിമാനപൂർവ്വം ഞാൻ നാടിനെ സമർപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ അധ്വാനിക്കുന്ന
ഇനി ഞാൻ പറഞ്ഞ വാക്കാൻ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാടിൻ്റെ നട്ടിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗമാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ നയമാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങളാണ് ഈ നാടിൻ്റെ നട്ടിൽ, നിങ്ങൾ തൊഴിലാളി വർഗം എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. അവർക്ക് അർഹമായ വേതനം കൃത്യസമയത്ത് ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ വേതന സുരക്ഷാ പദ്ധതി നടപ്പിലാക്കിയത്. ഇന്ന് 3,65,00,000 സ്ഥാപനങ്ങളും 13,00,000 വരുന്ന തൊഴിലാളികളും ഈ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ കൃത്യമായ വേതനം നൽകുന്നതിനപ്പുറം ആ തൊഴിലാളികളുടെ കുടുംബത്തിന് ഒരു ആപൽഘട്ടത്തിൽ എന്തൊരു സഹായം നൽകുവാൻ കഴിയുമെന്ന ചിന്തയിൽ നിന്നാണ് രക്ഷാകവചം എന്ന ഈ ഇൻഷുറൻസ് പദ്ധതി രൂപം കൊണ്ടത്. എന്താണ് രക്ഷാകവചം? വേതന സുരക്ഷാ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കായി ചിയാർ വഴി നടപ്പിലാക്കുന്ന ഒരു ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതിയാണിത്. ജോലി സ്ഥലത്തോ അല്ലാതെയോ ഉണ്ടാകുന്ന ആകസ്മികമായ അപകട കാരണങ്ങളിൽ മരണപ്പെട്ട തൊഴിലാളിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര സഹായമായി ലഭിക്കും. വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് പുറമെയാണിത് എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വെറും 150 രൂപ വാർഷിക വിഹിതത്തിലൂടെ 25 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് ഈ സുരക്ഷാ വലയം ലഭ്യമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് 2025-26 ബഡ്ജറ്റിൽ 30 ലക്ഷം രൂപ സർക്കാർ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. പലപ്പോഴും സ്വകാര്യ മേഖലയിലെ ഒരു തൊഴിലാളി അപകടത്തിൽപ്പെടുമ്പോൾ ആ കുടുംബമാകെ തകർന്നു പോകുന്ന കാഴ്ചയാണ് നാം കാണാറുണ്ട്. കടക്കണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും അവർ തള്ളപ്പെടും. അത്തരം സന്ദർഭങ്ങളിൽ ആ കുടുംബത്തിന് സദൈര്യം മുന്നോട്ട് പോകുവാൻ ഈ 5 ലക്ഷം രൂപ വലിയൊരു ആശ്വാസമാണ്. തൊഴിൽ വകുപ്പിന്റെ പൂർണ്ണ സഹകരണത്തോടു കൂടിയാണ് ചിയാർ വഴിയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നത്. മരണം സംഭവിച്ചാൽ മരണ സർട്ടിഫിക്കറ്റ്, FIR, അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ചിയാക്കിന്റെ ജില്ലാ ഓഫീസർക്ക് അപേക്ഷ നൽകിയാൽ മതിയാകും. അർഹത ഉറപ്പുവരുത്തി എത്രയും വേഗം ധനസഹായം കൈമാറുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊഴിലാളികളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഈ സർക്കാർ അവരുടെ ജീവിതത്തിൽ ഒരു കവചം തീർക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. കേരളം എപ്പോഴും പല മിഥ്യാധാരണകളെയും പൊളിച്ചെഴുതിയിട്ടുള്ള സംസ്ഥാനം. നമ്മുടെ പുകഴ്പ്പെട്ട കേരള മോഡൽ എന്ന് പറയുന്നത് തന്നെ അത്തരത്തിലുള്ള ചില ധാരണകളുടെ ഒരു പൊളിച്ചെഴുത്തു കൂടിയാണ്. ഏറ്റവും വലിയ സമ്പത്തുള്ള സമൂഹത്തിന് മാത്രമേ ഏറ്റവും നല്ല മികച്ച ജീവിത സൗകര്യങ്ങൾ കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു ധാരണ മുൻകാലങ്ങളിലുണ്ടായിരുന്നു. അമേരിക്കയും യൂറോപ്പും പോലെയുള്ള പല രാജ്യങ്ങളുടെയും പൊതുവായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുരൂപമായിട്ട് മാത്രമേ അവിടെയുള്ള ഡെവലപ്മെൻറ്റ്സ്, വികസനം സാധ്യമാകൂ എന്ന് നമ്മൾ പലപ്പോഴും കരുതിയിരുന്നു. അപ്പോഴാണ് വേറിട്ടൊരു പാതയെ വെട്ടിത്തെളിച്ചുകൊണ്ട് കേരളം പോലെയൊരു കൊച്ചു സംസ്ഥാനം, വലിയ വരുമാനമൊന്നും ഇല്ല എങ്കിൽ പോലും മനുഷ്യശേഷിയിലും അതുപോലെ തന്നെ പൊതുവായി നടത്തുന്ന വികസന ഇടപെടലുകളിലുമെല്ലാം അതിൻ്റെ ഭാഗമായി നമുക്ക് ഒരുപക്ഷെ വികസിത രാജ്യങ്ങളെക്കാളും മുൻപന്തിയിൽ നിൽക്കുമാറ് നമ്മുടെ മാനവശേഷി വികസനവും പൊതുവായിട്ടുള്ള ഡെവലപ്മെൻറ്റും എല്ലാം സാധ്യമാകും. അതിന് വളരെയധികം ചെറിയ തുക ചിലവഴിച്ചുകൊണ്ട് തന്നെ അത് സാധ്യമാകുമെന്ന് തെളിയിച്ചെടുത്താണ് കേരള മോഡൽ വിശ്വവിസ്തൃതമായത്. അതുപോലെ തന്നെ ഒരു തെറ്റായ ധാരണയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ആയ ഒരു സംസ്ഥാനത്തിന് നമ്മുടെ തൊഴിൽ സംസ്കാരവും തൊഴിലാളികളുടെ അവകാശങ്ങളും പലപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, സംരക്ഷിക്കുവാൻ സാധ്യമാവില്ല എന്നുള്ള ഒരു വിശ്വാസം. ഒരു രണ്ടും പലപ്പോഴും കോൺട്രഡിക്ടറിയായി, വൈരുദ്ധ്യമായി പലപ്പോഴും നിലകൊള്ളാറുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഓൺട്രപ്രനർക്ക് ലാഭമുണ്ടാക്കുകയും അവർക്ക് വിജയിക്കുകയും ചെയ്യണമെങ്കിൽ എങ്ങനെയായാലും തൊഴിലാളികളുടെ അവകാശത്തിലും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളിലും കൈവയ്ക്കണം എന്നൊരു മിഥ്യാധാരണ മറ്റ് പല സമൂഹങ്ങളിലും മറ്റ് പല പ്രദേശങ്ങളിലുമുണ്ട്. അവിടെയും കേരളം വേറിട്ടൊരു പാതയാണ് വെട്ടിത്തെളിച്ചിരിക്കുന്നത്. ഒരേ സമയം തന്നെ ഏറ്റവും മികച്ച തൊഴിൽ സംസ്കാരവും തൊഴിൽ സംരക്ഷണവുമുള്ള സംസ്ഥാനമായി കേരളം മാറുമ്പോൾ തന്നെ ഏറ്റവും നല്ല നിക്ഷേപ സൗഹൃദമായിട്ടുള്ള ഒരു സംസ്ഥാനമായി കേരളത്തിന് മാറുവാൻ കഴിഞ്ഞു എന്നുള്ളത് നാം വീണ്ടും വൈരുദ്ധ്യത്തിൻ്റെയും ഇത്തരത്തിലുള്ള പൊളിച്ചെഴുത്തുകളുടെയും ചരിത്രം വീണ്ടും നാം രചിക്കുകയാണ്. കേരളം ഇന്ന് ഒരേ സമയം തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ സംരക്ഷണമുള്ള സംസ്ഥാനമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യയുടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇവിടേക്ക് ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ, നമ്മുടെ അതിഥി തൊഴിലാളികൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 16 മുതൽ 21 ലക്ഷം വരെ പല കാലഘട്ടങ്ങളിലായി ഇവിടെ വിവിധ തലങ്ങളിൽ അതിഥി തൊഴിലാളികൾ ജോലിയെടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ആ പ്രദേശങ്ങളിൽ അവർ പ്രതിദാനം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്രയോ മെച്ചമായിട്ടുള്ള ഒരു സാഹചര്യം, തൊഴിൽ സാഹചര്യം നമുക്കുണ്ട് എന്നുള്ളത്. കാരണം കാലാകാലങ്ങളിലായി നാം ഈ രംഗത്ത് നടത്തി വന്നിട്ടുള്ള പല മാറ്റങ്ങളും, പുരോഗമനപരമായ മാറ്റങ്ങൾ, നാം നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങൾ
പഠനങ്ങൾ, അതിലൂടെ കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ, ഇവയെല്ലാം തന്നെ നമ്മുടെ തൊഴിൽ സംസ്കാരത്തെ ശക്തിപ്പെടുത്തുകയും തൊഴിൽ സംരക്ഷണത്തിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള നടപടികളിലൂടെ നമ്മുടെ ഇവിടെ തൊഴിലാളികളെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നാം നടപ്പാക്കി വരുന്ന വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, മിനിമം വേജ് എല്ലാവർക്കും കൊടുക്കണം. അവിടെയും നാം മാറി ചിന്തിക്കുകയാണ്. നാഷണൽ ഫോം റേറ്റ് എന്ന് പറയുന്ന 368 ആണെങ്കിൽ ഈ പ്രാവശ്യം നാം എടുത്തിട്ടുള്ള വികസന ലക്ഷ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ മിനിമം വേജ് എന്ന് പറയുന്നത് 700 രൂപയായിരിക്കണം എന്നുള്ളൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ് നാം. കേരളം വീണ്ടും വളരെയധികം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യതിരക്തമാവുകയും തൊഴിലാളികളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് ഇത്തരം തീരുമാനങ്ങളിലൂടെയാണ്. അപ്പോൾ ഇത്തരം വളരെ കാലികവും അതുപോലെ തന്നെ വികസനത്തിന് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തന്നെയും സമൂഹം മുഴുവനായിട്ട് അത് ഒപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ തൊഴിലാളികളും അതുപോലെ തന്നെ തൊഴിൽ പ്രവർത്തകരും ട്രേഡ് യൂണിയനുകളും എല്ലാം തന്നെ വളരെ കനപ്പെട്ട, വിലപ്പെട്ട, പോസിറ്റീവായിട്ടുള്ള സംഭാവനകൾ നൽകുന്നു എന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടതാണ്. ഇത് വേതന സുരക്ഷാ പദ്ധതി മാത്രമല്ല, അപകടമരണം സംഭവിക്കുന്ന തൊഴിലാളികളെ പോലും അവരുടെ കുടുംബങ്ങളെ കരുതിക്കൊണ്ട് ആ കരുതലിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഒരു ബ്രെഡ് വിന്നറെ, അന്നദാതാവിനെ നഷ്ടപ്പെടുമ്പോൾ ആ അപകടം അല്ല എങ്കിൽ മരണം സംഭവിക്കാതിരിക്കട്ടെ, പക്ഷെ അങ്ങനെ ഒരു ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടാണെങ്കിൽ പോലും 5 ലക്ഷം രൂപയുടെ ഒരു പ്രൊട്ടക്ഷൻ ഇവിടെ കൊടുക്കുന്ന ഒരു പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടന വേളയിലാണ് നാം നിൽക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കാലാകാലങ്ങളിൽ നമ്മുടെ തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള തീരുമാനങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നായിട്ട് നമുക്കിതിനെ കാണുവാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലാളികളുടെ സംരക്ഷണത്തിനായിട്ടുള്ള അനവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഈ വർഷത്തെ ഏറ്റവും മികച്ച പ്രഖ്യാപനമായിട്ട് ഞാനിതിനെ കരുതിക്കൊണ്ട് ഞാൻ ഈ ഒരു പരിപാടിക്ക് ഇതിന് മുന്നോട്ട് നൽകിയ ചിയാക്കിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട്, പലർക്കും ചിലപ്പോൾ ട്രേഡ് യൂണിയൻ ഉണ്ടാവില്ല. നമ്മുടെ ഈ വലിയ ശിവാട്ടി, ചെന്നൈ സിൽക്സ് അതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് എന്ത് ട്രേഡ് യൂണിയനാണുള്ളത്? ഒരു ട്രേഡ് യൂണിയനിൽ എത്ര സ്ഥലത്ത് ട്രേഡ് യൂണിയൻ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവർ വന്നൊരു കത്ത് കൊടുത്താലും ലേബർ കമ്മീഷനെ വിളിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ഇതിന് കൺസിലിയേഷൻ്റെ സാധ്യത ഉണ്ടോ? സാധാരണ ട്രേഡ് യൂണിയൻ ഉണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻ വഴിയാണ് കൺസിലിയേഷൻ പോകുന്നത്. അപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറുകയാണ്. പുതിയ ലേബർ കോഡ് അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും കോടതിയിൽ പോകാം, ഇൻഡിവിജ്വൽ ഡിസ്പ്യൂട്ട് പോകാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ട്രേഡ് യൂണിയൻ വേണ്ട എന്നുള്ള നിലയിലാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയ്ത് തന്നെ ട്രേഡ് യൂണിയൻ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവരാണെന്നുള്ള നിലയിൽ ആക്ഷേപിച്ചതാണ് കാലഘട്ടം. കളക്റ്റീവ് ബാർഗൈനിങ് റൈറ്റ് ഫോർ അസോസിയേഷൻ എന്നുള്ള പ്രസിദ്ധമായ മാനദണ്ഡങ്ങൾ അംഗീകരിച്ചാണ് ഇന്ത്യക്കകത്ത് ട്രേഡ് യൂണിയനുകളെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായി നമ്മുടെ രാജ്യം ലോകത്ത് പല രാജ്യങ്ങളും പോലെ മാറിയിട്ടുണ്ട്. ചുരുക്കിയ സമയത്ത് ഞാനിത് ഇവിടെ തുടങ്ങിയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അവിടെ തൊഴിലാളി രംഗത്ത് മികവുറ്റ പ്രവർത്തനങ്ങൾ പരമാവധി സാധ്യമാക്കിയിട്ടുള്ള ഒരാളാണ് തൊഴിൽ വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഒട്ടും കുറവല്ലാത്ത വിധത്തിൽ സഹർഷിക്കുന്നു. അതേപോലെ ചിയാക്കിന്റെ പ്രവർത്തനം മാത്രം ഇവിടെ പറഞ്ഞു. ആശാവർക്കർമാർ കേരളത്തിലൂടെ സമരം ചെയ്തു. വാസ്തവത്തിൽ അത് ഒരു രാഷ്ട്രീയ സമരമായി പലരും അതിനെ എണ്ണയൊഴിച്ചു കൊടുക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ അതിനോട് അല്പം നീരസം പ്രകടിപ്പിച്ചെങ്കിലും ആശാവർക്കർമാർക്ക് ഒരു ജീവിതമുണ്ട്, അവർക്ക് കിട്ടുന്ന വരുമാനം പോരാ, കേരളം കൂടുതൽ വരുമാനം കൊടുക്കുന്നുണ്ടെങ്കിലും അത് അല്ല ഇന്നത്തെ ജീവിത ചെലവുകൾ ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ബജറ്റിന് മുമ്പ് അവർക്ക് 1000 രൂപ കൊടുത്തു കേരളത്തിൽ. അതേസമയത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ തൊഴിൽ വകുപ്പിന്റെ തന്നെ കൂടിയുള്ള ഇടപെടലിന്റെയും ട്രേഡ് യൂണിയനുകളുടെ ഇടപെടലിന്റെയും ഭാഗമായിട്ടാണ് വീണ്ടും സംസ്ഥാന ബഡ്ജറ്റ് വന്നപ്പോൾ വീണ്ടും 1000 രൂപ കൊടുത്തു. അവർക്ക് മാത്രമല്ല, അംഗൻവാടിക്ക് കൊടുക്കുന്നു, മിഡ് ഡേ മീലിന് കൊടുക്കുന്നു, എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ കൊടുക്കേണ്ടവർക്കെങ്കിലും കൊടുക്കുന്നുണ്ടല്ലോ. സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി കേരള ഗവൺമെന്റ്. വീട്ടമ്മമാർക്ക് അതിന് സഹായം കൊടുക്കുന്നു. അതേപോലെ തന്നെ കണക്റ്റീവ് വർക്ക് എന്നുള്ള പരിപാടി പ്രത്യേകമായി വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ജോലി ആയിട്ടില്ല. ജോലി കിട്ടുന്നവരെ വാർഷിക വരുമാനം 5 ലക്ഷം രൂപ വരെകൾക്ക് ആ കവറേജ് കേരള ഗവൺമെന്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് ലോട്ടറി തൊഴിലാളികൾ, ഹരിതകർമ്മസേന തൊഴിലാളികൾ, രക്ഷീയ തൊഴിലാളി വന്നിട്ടില്ല. എന്നാലും ഞങ്ങളുടെ കാര്യം പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞവരുടെ കാര്യമെങ്കിലും പറയട്ടെ. ഓട്ടോറിക്ഷ തൊഴിലാളി, ടാക്സി തൊഴിലാളി, അങ്ങനെയുള്ളവർക്കെല്ലാം എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഗ്രൂപ്പ് ഇൻഷുറൻസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ നമുക്കും നിലവിൽ വേതന സംരക്ഷണത്തിന് വേണ്ടി ഒരു സംവിധാനം കേരളത്തിനകത്തുണ്ട് എങ്കിലും അത് മാത്രം പോരാ. അപകട മരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം, ഇന്റർനാഷണൽ സ്ഥാപനം, അതിന്റെ ഇന്ത്യൻ യൂണിറ്റിനകത്താണ് ഞാൻ താമസിക്കുന്ന എറണാകുളത്തുള്ള കങ്ങരപ്പടിയിലെ അന്ന സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന കുട്ടി വെള്ളം പോലും കുടിക്കാൻ മാനേജ്മെന്റ് അനുവദിക്കാത്ത വിധത്തിൽ അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഉരുകി വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഫോൺ ചെയ്തിട്ട് ആ ഫോൺ പോലും എനിക്ക് എടുക്കാൻ നേരില്ല. ഞാൻ ഈ വർക്ക് തീർക്കട്ടെ എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് എന്ന് പറഞ്ഞ അവസാനം തലയിറങ്ങി ആശുപത്രി കൊണ്ടുപോയി
തിരിഞ്ഞു നോക്കാൻ ഏത് നിയമമുള്ളത്? ഇന്ത്യയിൽ ഏതെങ്കിലും ഗവൺമെന്റ് തീരുമാനിച്ചു? ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തൊരു പുകയിലായിരിക്കും നാട്ടിലുണ്ടാവുക? ഞാൻ ഉണ്ടായ സ്ഥലമൊന്നും പ്രത്യേകം വിശദീകരിക്കേണ്ട. അവരൊക്കെ ഇന്ത്യയിൽ ഗവൺമെന്റിന്റെ പരമാധികാരമുള്ള രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്ഥലത്താണ്. അതുകൊണ്ട് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു അപകടം നടന്ന ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത ഒറ്റപ്പെട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. വർക്ക് ആൻഡ് കോമ്പൻസേഷൻ ആക്ട് വളരെ പരിമിതമാണെന്നും എല്ലാവർക്കും അറിയാം. ഫാക്ടറികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകം വർക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അത് പരിമിതമാണ്. അവിടെയാണ് സംസ്ഥാന ഗവൺമെന്റ് സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളടക്കം ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അവർക്കൊരു രക്ഷാകവചമായി 5 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരും. ഇപ്പോൾ ലേബർ സെക്രട്ടറി വരുന്നുണ്ട്, കമ്മീഷനിലുണ്ട്. ഇപ്പോൾ 5 ലക്ഷം രൂപ മരണപ്പെട്ടാലേ കിട്ടുള്ളൂ. അത് വീട്ടിൽ ആശ്രിതർക്കേ കിട്ടുള്ളൂ. മരണപ്പെടാതെ സർവീസ് തൊഴിലാളികൾക്ക് തന്നെ ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ ഭാഗമായി കൂടുതൽ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ കിട്ടാൻ കഴിയുന്ന വിധത്തിലേക്ക് പദ്ധതി ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതൊരു നല്ല തുടക്കമാണെന്ന് മാത്രമല്ല, അഭിമാനകരമായ ഒരാരംഭമാണ് എന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളം ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള റോൾ മോഡലായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അവരുടെ ഒരു മിനിമം കൂലി സംബന്ധിച്ച് ഒരു നിലപാട് കൈക്കൊള്ളുക, അതിനൊരു സുരക്ഷ ഉറപ്പാക്കുക. അങ്ങനെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരു രക്ഷാ കവചം പോലെ ഒരു 5 ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസ് അതുപോലെ ഒരു മോഡിഫൈ ചെയ്ത് പോകേണ്ടതാണ്. ഇങ്ങനൊരു തുടക്കം എന്ന നിലയിൽ ഞാനതിനെ പൂർണ്ണ മനസ്സോടുകൂടി ഞങ്ങൾ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ലേബർ കമ്മീഷനും ലേബർ സെക്രട്ടറിയും ഒക്കെ ഇരിക്കുന്ന വേദിയായതുകൊണ്ട് ഇവിടെ ഇന്ന് ഇരിക്കുന്ന ആ കുട്ടികൾ പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. നല്ല മനോഹരമായ യൂണിഫോം ഒക്കെ ഇട്ട് ജോലി ചെയ്യുന്ന നിങ്ങളുടെ മനസ്സിലെന്താണ് എന്ന് ഞങ്ങൾക്കെല്ലാം നല്ലപോലെ അറിയാം. യൂണിഫോം തന്ന് നല്ലൊരു പാർട്ടിയൊക്കെ തന്നാൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്ന മാനേജ്മെൻറ്റ് സംവിധാനത്തിൻ്റെ ഒരു കാലമാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ ആടിനെ പുല്ല് കാണിക്കുക എന്ന് പറയും. ഇങ്ങനെ പുല്ല് കാണിച്ച് പോകുമ്പോൾ ആടിങ്ങനെ കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ ഒരു തൊഴിൽ മേഖല പൊതുവെ എങ്ങനെയാണ് ഇപ്പോൾ മാറി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളും മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾ മനസ്സിലാക്കിയാലും ഞങ്ങൾക്ക് പരിമിതികൾ വളരെ വലുതായിട്ട് വരുന്നുണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് നിലവിലുണ്ടായിരുന്ന തൊഴിൽ സംരക്ഷണ നിയമങ്ങളെല്ലാം എടുത്തു കളഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു. പകരമായി ലേബർ കോഡുകൾ കൊണ്ടുവരുമ്പോൾ ആ ലേബർ കോഡുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ, ആ ലേബർ കോഡ് കൊണ്ടുവരുന്നത് കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം മലയാളികളായ നമുക്ക് ആദ്യം ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലത് ലേബർ കോഡുകൾ നടപ്പാക്കുന്നില്ല എന്ന നിലപാട് കേരളത്തിലെ ഗവൺമെൻറ് എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലേബർ സെക്രട്ടറി കമ്മീഷനിലെത്താനാണ്. നമ്മുടെ കേരളത്തിലെ മിനിമം വേതനത്തിന് വ്യവസ്ഥാപിതമായ ഒരു ത്രികക്ഷി സമ്പ്രദായമാണ്. എത്രയോ വലിയ ചർച്ചകളും എത്രയോ വലിയ ഡാറ്റാസ് കളക്ട് ചെയ്ത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന കൂടിയാലോചനകൾക്ക് ശേഷമാണ് മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് നോട്ടിഫൈ ചെയ്തത്. നിർഭാഗ്യവശാൽ കേരളത്തിൽ 12 മിനിമം വേജസ് നോട്ടിഫിക്കേഷനുകൾ ആദ്യ പാർട്ടി ആയതുകൊണ്ട് കേൾക്കാൻ വേണ്ടിയാണ്. തൊഴിലാളി പ്രതിനിധികൾ, മുതലാളി പ്രതിനിധികൾ, ഗവൺമെൻറ് അതിൽ നിരന്തരമായി ചർച്ച ചെയ്ത് മീഡിയ തൊഴിലാളികളൊക്കെ അതിൽ വരുന്നതാണ്. അത്തരം തൊഴിലാളികളുടെ ഈ മിനിമം വേജസ് വേതനം 3 കക്ഷികളുടെ എഗ്രി ചെയ്യാൻ നോട്ടിഫൈ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ നോട്ടിഫൈ ചെയ്തിട്ട് അതിൽപ്പെട്ട ഒരു കക്ഷി സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരത് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിക്കുന്നത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല അത് നമ്മൾ എടുക്കുന്ന ഇനിഷ്യേറ്റീവ്സിനെല്ലാം ഘടകവിരുദ്ധമാണെന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എൻ്റെ ആത്മസുഹൃത്താണ് രഘുചന്ദ്രൻ നായർ, രഘു അടക്കം, ലേബർ സെക്രട്ടറി അടക്കം, ലേബർ കമ്മീഷൻ അടക്കം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ഈ സംവിധാനത്തിനെ മുഴുവൻ അപഹസിക്കുന്ന, അപമാനിക്കുന്ന നിലപാടിലേക്ക് ഈ 3 കക്ഷികൾ ആരും പോകാൻ പാടില്ല. അത് ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമങ്ങൾ അത് മാത്രമല്ല വിട്ടാൽ പാടില്ലല്ലോ. ഇതിൽ കക്ഷിയാകുന്ന ഒരാൾ കോടതിയിൽ അങ്ങനെ പോകും. അത് മോശമാണ്. അപ്പം അത് ദയവായി നിങ്ങൾ പരിശോധിക്കണം. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര ഗവൺമെൻറ് പുതിയ പദ്ധതി ഉണ്ട്. നമ്മളിവിടെ മിനിമം വേതനം എഴുതുന്നൊക്കെ പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് എന്താ അറിയോ? ഒരു പുതിയ കൂലി, തറക്കൂലി. ഒരു തറക്കൂലി പ്രഖ്യാപിച്ച രാജ്യത്തിൻ്റെ സന്തതികളാണ് നമ്മളെല്ലാവരും. തറക്കൂലി 276 രൂപ. നമുക്ക് അംഗീകരിക്കാൻ കഴിയുമോ?
ഒരു പീഡിക തൊഴിലാളിക്ക് 700 രൂപ കൊടുക്കാനുള്ള പ്രഖ്യാപനം നടത്തുന്ന ഈ വേദിയിൽ നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്ഥിതി 276 രൂപ കൊടുത്താൽ മതി എന്ന് പറയുന്നതാണ്. 20-25 വർഷം പട്ടാളത്തിൽ ജോലി ചെയ്യാൻ അവസരം ഉണ്ടായിരുന്ന രാജ്യം പട്ടാളത്തിൽ പോകാന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ നമ്മൾ പോകുന്നതല്ല. നമ്മുടെ മക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ പോകുന്നത് വേറെ ജോലിയൊന്നും കിട്ടാത്തവർക്ക് ഇന്ന് പട്ടാളത്തിലെങ്കിലും പോയേക്കാമെന്ന് വിചാരിച്ച് പോകുന്ന ആളുകൾക്ക് 4 വർഷം കൊണ്ട് ആ ജോലി ഇല്ലാതാകുന്നു എന്ന് പറയുന്ന അഗ്നിവീർ പദ്ധതി പോലുള്ള നമ്മുടെ രാജ്യത്തിന്റെ പൊതുസ്ഥിതിയാണ്. ഞാൻ ഇതിനൊന്നും എതിർക്കാൻ വേണ്ടി പറയുന്നത്. പക്ഷേ വസ്തുതാപരമായി നമുക്ക് നമ്മുടെ ഓരോ സമയം കഴിഞ്ഞ ദിവസം കായംകുളത്ത് പറയുന്നത് കായംകുളത്ത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഞാൻ പോയി. അവിടെ ചെന്ന് ഞാനവിടെ നമുക്ക് 180 മെമ്പർഷിപ്പുള്ള കടയാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു നല്ല ടോയ്ലറ്റ് സൗകര്യമുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കി ആ സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനത്തിന്റെ മുതലാളിക്ക് കോടികൾ മുടക്കി നല്ല ബിൽഡിംഗ് പണിഞ്ഞ് മനോഹരമായി അലങ്കരിച്ചാൽ അവിടെ തുണി വിൽക്കാൻ പറ്റും. തുണി എടുത്തു കൊടുത്ത് അതിന്റെ ബിസിനസ് നടക്കണമെങ്കിൽ നിങ്ങളെ പോലുള്ള തൊഴിലാളികൾ ഉണ്ടെങ്കിലേ നടക്കൂ എന്നൊരു ധാരണ ഈ മുതലാളിമാർക്ക് മാനേജ്മെന്റുകൾക്ക് ഉണ്ടാക്കാൻ കഴിയണം. അപ്പൊ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നതിന്റെ ഒരു ഭാഗം മാൻ പവർ ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണെന്ന് കാണാനുള്ള ഒരു കൾച്ചറിലേക്ക് നമ്മുടെ ഈ നാടിനെ കൊണ്ടുവരാൻ കഴിയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു തുടക്കം 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ചെറിയ എമൗണ്ടല്ല, നല്ലതാണ്. കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു നല്ല എമൗണ്ടാണ്. അതിലെല്ലാവരെയും ചേർക്കാനും അവർക്കിത് കൊടുക്കാനും അത് നല്ല വലിയൊരു ധനമായി മാറാനും ആ ധനത്തിന്റെ ഭാഗമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഇതിന്റെ സഹായം ലഭിക്കുവാനുമുള്ള പദ്ധതികളായി മാറാൻ കഴിയണം എന്നുകൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ മിനിമം സ്വകാര്യ മേഖലയിൽ മിനിമം വേതനത്തിന്റെ കാര്യം തീരുമാനിക്കുമ്പോൾ അതിനുള്ള ഹാർഡിൽസ് ഒഴിവാക്കാനും ഈ ഇൻഷുറൻസ് പദ്ധതി സാർവത്രികമാക്കാനും അത് ഫലപ്രദമായി എല്ലാവർക്കും ലഭിക്കുവാനുള്ള അവസരം ഉണ്ടാകട്ടെ. ജയ് ഹിന്ദ്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഈ കേരളം മാത്രമാണ് അതിന് ബദലായി അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുവാൻ പാടില്ല എന്നുള്ള അതിശക്തമായ നിലപാട് കേരള നിയമസഭയിലും ഗവൺമെൻറ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ ലേബർ കോഡുകൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തൊഴിലുറപ്പ് മന്ത്രിയോട് സൂചിപ്പിച്ചതുപോലെ ലേബർ കോഡുകളിൽ ഈ തലസ്ഥാനങ്ങളിൽ നടത്തിയത് അതിലെല്ലാം ഈ കേരളത്തിലെ തൊഴിലാളികളെ ഏറെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ തൊഴിൽ വകുപ്പും സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കുടുംബത്തിലെ പ്രയാസങ്ങളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ജോലി സ്വപ്നം കണ്ടുകൊണ്ട് ഒരു സ്വകാര്യ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ സഹോദരിമാർ ജോലിയിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായും അവർക്ക് മിനിമം വേതനമടക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സുരക്ഷയടക്കം ഉണ്ടാകണം എന്നുള്ള കാര്യത്തിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി കേരളത്തിലെ തൊഴിൽ വകുപ്പും ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു തൊഴിലാളി നേതാവ് ആയതുകൊണ്ടുകൂടി തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാവായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന് എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു ഭരണാധികാരിയായി മുന്നോട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന തൊഴിലാളികളുടെ ആയിരുന്നാലും ഒരു വിദ്യാർത്ഥിയുടെ ആയിരുന്നാലും ആ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കുവാൻ അതിനുവേണ്ടി മാനദണ്ഡങ്ങളിൽ ഇളവുകളടക്കം വരുത്തിയിട്ടുണ്ട്. വളരെ പ്രാക്ടിക്കലായ കാര്യങ്ങളെ വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന മന്ത്രിയാണ് തൊഴിൽ വകുപ്പ് മന്ത്രി. ഞങ്ങൾ തൊഴിലാളി സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ ഉൾപ്പെടെ വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹവുമായി ചർച്ചകൾ നടത്തപ്പെടുക തന്നെ തൊഴിലാളി സൗഹൃദ നിലപാട് സ്വീകരിച്ച് തൊഴിലാളി പക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മന്ത്രിയാണ്. ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു കവറേജ് വരുന്നത്. പക്ഷെ നമ്മൾ ഈ കവറേജ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എ കവറേജ് ആഫ്റ്റർ ഡെത്ത്. ഒരു മരണം വന്നിട്ടാണ് ഈ കവറേജ് വരുന്നത്. ഐഡിയലി നമ്മൾ നോക്കേണ്ടത് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ആണ് ഇവർക്ക് വേണ്ടത്. ഞാൻ ആ ചേംബറിൽ ഇരിക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എംപ്ലോയീസ് അവർക്ക് കടം വരുന്നതും പ്രശ്നങ്ങൾ വരുന്നതും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന ബില്ല് 3 ലക്ഷം 4 ലക്ഷം 5 ലക്ഷം രൂപ ബില്ല് വരും. അവർക്ക് ഇത് എവിടെ നിന്ന് പേ ചെയ്യാൻ പറ്റും എന്നുള്ള പോലും അവർക്കറിയത്തില്ല. സോ നമുക്ക് എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ, എംപ്ലോയി കോൺട്രിബ്യൂഷൻ വന്നിട്ട് ഒരു 5 lakh rupees ഒരു പോളിസി ഒരു കൊടുക്കാനായിട്ട് അടുത്ത സ്റ്റേജിലെങ്കിലും ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് പരിശോധിക്കണം. ബിക്കോസ് ദിസ് വിൽ ബി ദ ബിഗസ്റ്റ് കൺസലേഷൻ കോൺട്രിബ്യൂട്ട്. നമുക്ക് തയ്യാറാണ്. എംപ്ലോയീസ് ആർ റെഡി ടു ഗെറ്റ്. ബിക്കോസ് എംപ്ലോയീസും വരുമ്പോൾ 5 lakh rupees ഒരു കോൺട്രിബ്യൂഷൻ പോളിസി വന്നാൽ അവർ ഫാമിലിയുടെ മേജറായിട്ടുള്ള ഒരു പ്രോബ്ലം ഈസ് സിക്നെസ് ആണ്. എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കിട്ടുന്ന ബില്ല് ഏത് ഹോസ്പിറ്റലിൽ പോയാലും മിനിമം 1 ലക്ഷം രൂപയുടെ ബില്ല്. അത് കവർ ചെയ്യാനായിട്ടുള്ള പോളിസി ഐ തിങ്ക് ദ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ടേക്ക് ദ ഇനിഷ്യേറ്റീവ്
As from the Chamber of Commerce, ഞങ്ങളുടെ ഭാഗത്ത് full support അതിനുണ്ടാവും. We will make sure that all our members will pay for that. And employees must be happy, especially they must be secure. ഡെത്തിൻ്റെ പോളിസി വരുന്നതെന്ന് പറയുന്ന ഒരാൾ മരിച്ചു കഴിയുമ്പോൾ കുടുംബത്തിന് കിട്ടുന്ന ഒരു സഹായമാണ്. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് എംപ്ലോയി വർക്ക് ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട് അതും കൂടെ കവർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്കീം കൊണ്ടുപോകാൻ നന്നായിരിക്കും. ദിസ് ഇസ് എ മേജർ സ്കീം ഇൻ ഇന്ത്യ. ഐ എം ക്വൈറ്റ് ഷുവർ ദാറ്റ് ഐ കൺഗ്രാറ്റുലേറ്റ് ദി ലേബർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓൾസോ ടു ഓൾ ദ പീപ്പിൾ ഹു റിസീവ് ദിസ് പോളിസി. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ചിയാർ എക്സിക്യൂട്ടീവ് ഡയറക്ടറും അഡീഷണൽ ലേബർ കമ്മീഷണറുമായ ശ്രീ കെ ശ്രീലാൽ. ഈ വെയിറ്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിലൂടെ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട് പ്രകാരം തൊഴിലാളിക്ക് കൃത്യമായിട്ട് അവരുടെ സ്റ്റാറ്റ്യൂട്ടറി വേജസ് കൃത്യസമയത്ത് അവരുടെ ബാങ്കിലെത്തുന്ന തൊഴിൽ വകുപ്പ് മോണിറ്റർ ചെയ്യുന്ന സംവിധാനമാണിത്. എന്നാൽ ഈ WPS മാത്രം കൊണ്ട് കാര്യമില്ല. വീണ്ടും എന്ത് ബെനിഫിറ്റാണ് തൊഴിലാളികൾക്ക് നൽകാമെന്ന് ആലോചനയുടെയും പല ചർച്ചകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ തൊഴിലാളികൾക്ക് വെയിറ്റ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്ത ഒരു തൊഴിലാളിക്ക് വെറും 150 രൂപ ഒരു വർഷം അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ ആക്ഷൻ അഷുറൻസ് 5 ലക്ഷത്തിന് ആക്ഷൻ കവറേജ് അവർക്ക് ലഭിക്കുന്നതാണ്. ഇത് ഒരു വിപ്ലവകരമായ ഒരു പദ്ധതിയാണ്. കേരളത്തിൽ തൊഴിൽ വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ള പല പദ്ധതികളിൽ വെച്ച് ഏറ്റവും വലിയൊരു ചലനമുണ്ടാകാനുള്ള സാധ്യത പദ്ധതിയാണ്. എനിക്കിവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു അപ്പീൽ നൽകാറുണ്ട്. നിങ്ങൾ തൊഴിലാളികൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്ന് വേതന സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം എടുക്കാനും അതിലൂടെ സാലറി കൈമാറാനും ആവശ്യപ്പെടാനും അതോടൊപ്പം തന്നെ ഒരു 150 രൂപ കൊടുത്ത് ഈ അഷുറൻസിൽ അംഗത്വം എടുക്കേണ്ടതുമാണ്. WPS അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ അവർക്കൊരു അപകടം സംഭവിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് അവർക്കൊരു ആക്സിഡന്റൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് രക്ഷാ കവചം അല്ലെങ്കിൽ പേഴ്സണൽ ആക്സിഡന്റൽ ഡെത്ത് അഷുറൻസ് സ്കീം ഫോർ എംപ്ലോയീസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്റ്റേർഡ് അണ്ടർ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം.